നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തിരുവോണാശംസകൾ. നമുക്കറിയാം, കേരളം ഭരിച്ചിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാരിൽ പിണറായി വിജയൻ പറഞ്ഞിട്ടുള്ളതുപോലെയുള്ള പച്ചക്കള്ളങ്ങൾ പറഞ്ഞിട്ടുള്ള മറ്റൊരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ഉണ്ടോ എന്നുള്ളത് സംശയമാണ്. ആ പിണറായി വിജയനെ പെരും നുണയനെന്ന് രാജു പി നായർ ഇന്നലത്തെ ചർച്ചയ്ക്കിടയിൽ വിളിച്ചപ്പോൾ അത് വലിയ തെറ്റായിപ്പോയെന്ന മട്ടിൽ CPM പ്രതിനിധിയായ ഗോപൻ പ്രതികരിക്കുകയുണ്ടായി. ആ ഗോപന് വയറ് നിറച്ച്, ഓണമൊക്കെ അല്ലേ, വയറ് നിറച്ച് ഒരു സദ്യ രാജു പി നായർ കൊടുത്തു വിടുകയുണ്ടായി. അതൊന്ന് കേട്ടു നോക്കാം. ഗോപന് ഞാൻ പിണറായിനെ പെരുങ്കള്ളൻ, പെരുന്നുണയൻ എന്ന് വിളിച്ചെന്നുള്ളതിലാണ് പ്രശ്നം. പെരുന്നുണയൻ എന്ന് വിളിച്ചതിലാണ്. അത് പെരുന്നുണയൻ എന്ന് തന്നെ വിളിക്കും, ഒരു സംശയം വേണ്ട. അയാൾ പെരുന്നുണയനാണ്. മനസ്സിലായില്ലേ? നിങ്ങളുടെ ശിവൻകുട്ടി മുതൽ ഇങ്ങോട്ടേക്കുള്ള മുഴുവൻ നേതാക്കന്മാരും സമൂഹ മാധ്യമങ്ങളിലൂടെ എല്ലാം സതീശനെ നുണയൻ എന്ന് വിളിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നില്ലല്ലേ? രാഷ്ട്രീയം ഡൈനാമിക്കാണ്, ചർച്ചകൾ ഡൈനാമിക്കാണ്. നിങ്ങളുടെ ശിവൻകുട്ടി പോലും ഇങ്ങോട്ടേക്കുള്ള മുഴുവൻ നേതാക്കന്മാരും ഇല്ലാത്ത കള്ളത്തരം ഉണ്ടാക്കി സതീശനെ നുണയൻ എന്ന് വിളിക്കുമ്പോൾ പിണറായി വിജയൻ വാസ്തവവിരുദ്ധമായി പറയുന്നു, സത്യവിരുദ്ധ പ്രസ്താവന നടത്തുന്നു, പറയുന്നതിൽ തെറ്റുണ്ട് എന്ന് പറഞ്ഞാൽ ജനങ്ങളിലേക്ക് എത്തില്ല. പെരുന്നുണയൻ എന്ന് തന്നെ പറയണം. എന്ത് വേണം? പെരുന്നുണയൻ എന്ന് തന്നെ വേണം. എന്താ പറയേണ്ടത്? ഈ കുറച്ചു നാൾ മുമ്പ് ED റെയ്ഡ് നടത്തിയിട്ട് കുറെ 142 അക്കൗണ്ടുകൾ സീസ് ചെയ്തു. 142 അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പെരുന്നുണയൻ വിജയൻ ഒരു പത്രസമ്മേളനം നടത്തി. അപ്പൊ പറഞ്ഞു, നിങ്ങളെല്ലാം കള്ളം പ്രചരിപ്പിക്കുകയാണ്, നിങ്ങൾ വീണയുടെ 142 അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്തു എന്ന് പറഞ്ഞ് കള്ളം പ്രചരിപ്പിക്കുന്നു. എന്റെ മകളുടെ ഒരു അക്കൗണ്ട് മാത്രമാണ് ഫ്രീസ് ചെയ്യിപ്പിച്ചത്, അതിനകത്ത് 1.5 ലക്ഷം രൂപയായിരുന്നു ഉണ്ടായിരുന്നത്. പറഞ്ഞതാണോ മിസ്റ്റർ ഗോപൻ? എത്ര അക്കൗണ്ട് ഉണ്ടായിരുന്നു മിസ്റ്റർ ഗോപൻ? ആ മകളുടെ അല്ലേ ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ ഉണ്ടായിരുന്നത്? അന്ന് ആ ലിസ്റ്റിൽ ലേക്കർ ഇന്ത്യ കോർപ്പറേഷന് 17 ലക്ഷം രൂപ ഫ്രീസ് ചെയ്തുകൊണ്ടായിരുന്നില്ലേ? നാണമില്ലേ ഇത്തരത്തിൽ ഒന്ന് പച്ച നുണ പറയാൻ? ഇല്ലേ? ഞാനൊരു പത്രസമ്മേളനം നടത്തിയല്ലോ. വിദ്യാർത്ഥികൾക്ക് 4 കിലോ അരി മാത്രമാണ് കൊടുത്തത്, കഴിഞ്ഞ വർഷത്തിൽ നിന്ന് വെട്ടിക്കുറച്ചു. നിങ്ങളുടെ മറ്റൊരു നുണയൻ ശിവൻകുട്ടി പറഞ്ഞത് എന്തില്ലേ പുറത്ത്? എത്ര കിലോ ആയിരുന്നു അരി കൊടുത്തിരുന്നത്? ഇല്ലേ? ഒരു റിപ്പോർട്ടർ ചാനല് ഒരു മെറ്റയുമായിട്ടുള്ള പ്രശ്നം ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ നേതാക്കന്മാരെല്ലാം നിരന്നു നിന്ന് കൊടുത്തല്ലോ. ആ മെറ്റയുടെ വിശദീകരണം എന്തായിരുന്നു? പെരുന്നുണ, കല്ലുവെച്ച നുണയല്ലേ ആ പെരുങ്കള്ളൻ, പെരുന്നണയൻ വിജയൻ അവിടെ നിന്ന് പറഞ്ഞത്, ഇല്ലേ? അത് മാത്രമല്ല, രാജു പി നായർ വിട്ടുപോയ ഒരു പ്രധാനപ്പെട്ട പച്ചക്കള്ളമുണ്ട്. കൺമുന്നിൽ യൂത്ത് കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയും പ്രവർത്തകരെ അതിക്രൂരമായിട്ട് മർദ്ദിച്ചപ്പോൾ, അതായത് വെറും ഒരു കരിങ്കൊടി വീശിയതിൻ്റെ പേരിൽ ഈ പാവപ്പെട്ട പ്രവർത്തകരെ DYFI പ്രവർത്തകർ അതിക്രൂരമായിട്ട് തല്ലിച്ചതച്ചപ്പോൾ, ഹെൽമറ്റ് കൊണ്ട് തലയടിച്ച് തകർത്തപ്പോൾ അതിനെ ജീവൻ രക്ഷാ പ്രവർത്തനമെന്ന് വിളിച്ച മഹാനാണ് പിണറായി വിജയൻ. അതിൻ്റെ വിഷ്വൽസ് സഹിതം പുറത്തു വന്നു. എന്നിട്ടും ജനങ്ങളോട് ഒരു മാപ്പ് പറയാനോ പറഞ്ഞത് പിൻവലിക്കുന്നു എന്ന് പറയാനോ ഉള്ള ഒരു സാമാന്യ മര്യാദ പോലും കാണിക്കാത്ത മനുഷ്യനാണ് ഈ മാന്യനായ പിണറായി വിജയൻ. ആ പിണറായി വിജയനെ പെരും നുണയൻ എന്നല്ലാതെ സത്യസന്ധതയുടെ അപ്പസ്തോലൻ എന്ന് വിളിക്കണോ? അല്ലെങ്കിൽ വിശുദ്ധൻ എന്ന് വിളിക്കണോ? അല്ലെങ്കിൽ ഹരിശ്ചന്ദ്രൻ എന്ന് വിളിക്കണോ? അത് നിങ്ങൾ വിളിച്ചോ. ഗോപനെ പോലുള്ള ആളുകൾക്ക് വിളിക്കാം. എന്തും ഇങ്ങനെ ന്യായീകരിച്ച് നിങ്ങൾ ശീലിച്ചു പോയല്ലോ. കഴിഞ്ഞ 10 വർഷമായിട്ട് അതാണല്ലോ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിലൊന്നും യാതൊരു മടിയും ഉളുപ്പും ഉണ്ടാവത്തില്ല. പക്ഷേ ആത്മാഭിമാനമുള്ള ജനങ്ങൾക്ക് പിണറായി വിജയനെ സത്യസന്ധൻ എന്ന് വിളിക്കാൻ സാധിക്കില്ല. ലെവലേശം ആത്മാർത്ഥത ജനങ്ങളോടില്ലാതെ, 1% പോലും പ്രതിബദ്ധതയില്ലാതെ, അപ്പോഴത്തെ ആ നിലനിൽപ്പിന് വേണ്ടി എന്തും ജനങ്ങളോട് വിളിച്ചു പറയാൻ മടിയില്ലാതിരുന്ന, ഒരു തരിമ്പ് പോലും ഇരുന്ന കസാരയോട് ഉത്തരവാദിത്വമില്ലാത്ത ആ മനുഷ്യനെ സത്യസന്ധൻ എന്ന് വിളിക്കാൻ സൗകര്യമില്ല. അത് നിങ്ങൾ വിളിച്ചു, ഇനിയും വിളിച്ചു. ജനങ്ങൾ നിങ്ങളെ വിലയിരുത്തിക്കോളും.